ഒരുപാട് ദിവസമായി ഇങ്ങനെ മയ്യത്തിന്റെ ശവന്തീനി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇപ്പൊ ഇന്നലെ മുതലാണ് ഇത് വാച്ച് ചെയ്തത്. ഇത് അറിഞ്ഞ പഠനം ഞാൻ അഷ്റഫ് താമരശ്ശേരിനെ വിളിച്ചിട്ട് വരുത്തിയതാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. മയ്യത്ത് പെട്ടി 600 റുപ്യക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ 1.5 കോടി റുപ്യ എംബസിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ട ഒരുപാട് വീഡിയോകൾ ഇതിലിപ്പോൾ ചുരുക്കി പറയാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ചുരുക്കിയിട്ട് ഞാൻ പറയുകയാണ്. ഇയാളോടൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങോട്ടേക്ക് വരുത്തിയിരിക്കുന്നത്. അഷ്റഫ് താമരശ്ശേരി ഈ പറഞ്ഞതൊക്കെ സത്യാവസ്ഥയാണോ? ആസിംഖ, ഞാൻ ഇന്ന് മറുപടി ആളല്ല, എനിക്ക് സമയമില്ല. ഞങ്ങൾ വെറുതെ വെറുതെ ആളുകളല്ല. നമുക്കറിയാം. പിന്നെ നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഇത്രയും കാലം ബന്ധമുള്ള കൊണ്ടാണ് ഞാൻ വന്നത്. എന്താ അറിയേണ്ടി പറഞ്ഞത്? 600 റുപ്യക്ക് പിന്നെ ഈ ബോക്സ് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ ഷെരീഫ് ഖാന്റെ വീഡിയോയിൽ കണ്ടത്. അത് നിങ്ങളോട് ആരെ പേരൊന്നും അവർ പറയുന്നില്ല, ഇങ്ങനെ ശവന്തിനികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിൽ പെട്ട്. അപ്പോൾ ഇത് 600 റുപ്യക്ക് ഇങ്ങനെ ബോക്സ് കിട്ടുന്നുണ്ടോ? എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ 10-16,000 ആളെ മരിച്ച ആളെ കയറ്റി വിട്ടിരുന്നു. ഒരു 10-2,000 ആളെ ഇവിടെ മറവും ചെയ്തിരുന്നു. അതിൽ ഒരാൾ ദയിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ തെളിവുണ്ട്. 600 റുപ്യ ഇന്നത്തെ തീയതി 2-1 2-ാം തീയതി 12 കഴിഞ്ഞപ്പം ഈ 600 റുപ്യക്ക് ഇന്ന് ഈ സമയം വരെ ഒരു മയ്യത്ത് ദുബായിൽ നിന്ന് ഈ വീഡിയോ ഇട്ടോല് ആരാൻ ചില തെളിവില്ലാണ്ട് വീഡിയോ ഇട്ടില്ലല്ലോ, കറക്റ്റാണ്ട് വീഡിയോ ഇല്ലല്ലോ. ആൾക്കാരപ്പോ വെറുതെ പറഞ്ഞിട്ട് ഈ വീഡിയോ എത്ര ആൾ കാണൂല. അല്ല, റീച്ചിന് വേണ്ടിട്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു മയ്യത്ത് കയറ്റി വിട്ടുന്നോങ്കല് ഒരു തെളിവുണ്ടെന്നാലും ഒറ്റൊന്ന് 150 ഒന്നും ചോദിക്കുന്നുണ്ടോ കയറ്റി വിട്ടുപോലെ അവരല്ല ആരെങ്കിലും ഒരു വലിയ ഒരു മനുഷ്യന് ഒരു ഇവിടെ പാസ്പോർട്ടും ജോലിയുള്ള ഒരു മനുഷ്യന്റെ മയ്യത്ത്, ഇന്ത്യക്കാരല്ല ലോകത്തുള്ള ആരായാലും എത്രയോ രാജ്യക്കാരുള്ള സ്ഥലം ദുബായ്, അതിനുള്ള സൗകര്യവും ഗവൺമെന്റും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം അവിടെ. ഒരാളെ മയ്യത്ത് ഈ 600 രൂപ പെട്ടി കയറ്റി വിട്ടു പോകല് ഞാൻ ദുബായിലേക്ക് പോക്കും മക്കൾക്ക് ഗോൾഡൻ വിസ അല്ലേ ആണ്. ഇത് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആ പാസ്പോർട്ട് എടുത്തു നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് എന്നെ കയറ്റി വിട്ടോളി. ഒന്നിട്ടോ പറയുന്ന ഇല്ലെങ്കിൽ ഇവര് കയറി പോവാം 3 നാളും. അതാണ് ഇതിന്റെ സത്യാവസ്ഥ പറയുന്നത്. അപ്പോൾ ഇത് റീലിൽ കൂടുതൽ വീഡിയോ വരാൻ പറ്റില്ല, ഇതിന്റെ പാർട്ട് 2, 3 ഒക്കെ വരും. എന്തായാലും അഷ്റഫ് താമരശ്ശേരി പറയുന്നത് സത്യാവസ്ഥ നിങ്ങൾ കേൾക്കുക. കാരണം ഇയാൾ അത്രയും ബോഡികൾ കയറ്റി വിട്ട മനുഷ്യനാണ്. എന്തായാലും ഇനി അടുത്തതിൽ പറയും. കാരണം ഇതിന് 1.5 കോടി റുപ്യൻ്റെ ഒരു സംഭവമുണ്ട്, അതും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.